താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റിന് നൽകിയ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് സ്റ്റേ നൽകിയ ഹൈക്കോടതി ഇന്നലെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്. ഇതിനെതിരെ ഫ്രഷ് കട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ശരത് എസ് വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്ത്, 7 വർഷമാണ് നാട്ടുകാർ സമരം ചെയ്തത്. ഒരൊറ്റ ദിവസം പൂട്ടിക്കിടന്നില്ല അതിനു മുമ്പ് സ്റ്റേ. നാട്ടുകാരുടെ പ്രധാന പരാതികളിലൊന്നായിരുന്നു പ്രസ്തുത മാലിന്യ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ. ഇതിന്റെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതല്ല പരിസ്ഥിതി പ്രശ്നങ്ങളടക്കം സമീപത്തെ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ പരാതി. അങ്ങനെ ദീർഘനാളത്തെ പരാതികൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. എന്നാലും ഇപ്പോൾ ഹൈക്കോടതി ഇതിൽ സ്റ്റോപ്പ് മെമ്മോ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതായത് ഫ്രഷ് കട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇതിന്റെ ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഫ്രഷ് കട്ടിലെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഒപ്പം ഫ്രഷ് കട്ടിൽ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സംയുക്ത പരിശോധന നടത്തണമെന്നുള്ളതാണ് നിർദ്ദേശം. എന്തായാലും അത്തരം പരിശോധന കൂടി ഉണ്ടാകും. പക്ഷേ ഇത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ ദീർഘനാളായിട്ടുള്ള പരാതിയാണ്. പ്രത്യേകിച്ച് ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തുള്ള ആളുകളൊക്കെ തന്നെ ദീർഘനാളായി ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അടുത്തിടെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്ന് ജനകീയ സമരങ്ങളിലൊന്ന് ഫ്രഷ് കട്ടിനെതിരായ സമരമായിരുന്നു. അത്തരത്തിലുള്ള വലിയ സമരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയത്. അതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അതിന് ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി ഈ സ്റ്റോപ്പ് മെമ്മോ സ്റ്റേ ചെയ്തിരിക്കുകയാണ്.